പൈങ്കിളി കണ്ടു. ചുമ്മാ ഒരു പൈങ്കിളി പടം അങ്ങനെ പറഞ്ഞ് ഒതുക്കാൻ പറ്റില്ല. മനസ്സ് തുറന്ന് ചിരിക്കാനും ചിന്തിക്കാനും പറ്റിയ നല്ല അടിപൊളി പടം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരുപാട് നല്ല നല്ല തിയേറ്റർ മൊമെൻറ്റ്സ് ഉണ്ട്. തിയേറ്ററിൽ പോയിട്ട് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ള വകയുണ്ട്. നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ആവേശം ടീമിൻ്റെ പടമാണ് പൈങ്കിളി എന്ന് വേണമെങ്കിൽ പറയാം. ജിത്തു മാധവൻ തിരക്കഥ രചിച്ചിരിക്കുന്ന പൈങ്കിളി സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് ബാബുവാണ്. കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം, അഴിഞ്ഞാടിയിരിക്കുന്ന കഥാപാത്രം സജിൻ ഗോപുവാണ്. അത് കഴിഞ്ഞാൽ അനശ്വരയുണ്ട്, ഷാനവാസുണ്ട്, ചന്തു സലീം കുമാറുണ്ട്, അബു സലീമുണ്ട്, ജിസ്മ വിമലുണ്ട്. നല്ലൊരു ക്യാരക്ടറാണ് കേട്ടോ. ജിസ്മയ്ക്ക് കരിയറിൽ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ സിനിമ കണ്ടിറങ്ങിയ ശേഷം സലീം കുമാറിൻ്റെ മകൻ കൂടിയായ ഈ സിനിമയിൽ ഒരു മികച്ച വേഷം ചെയ്തിട്ടുള്ള ചന്തു സലീം കുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, ഞാനല്ല സജിൻ ഗോപുവാണ് താരം. അതായത് ആ ഉദയനാണ് താരത്തിൽ ഞാനല്ല ഉദയനാണ് താരം എന്ന് ശ്രീനിവാസൻ പറയുന്നത് പോലെ ഒരു ഡയലോഗ് കാച്ചിയായിരുന്നു. സത്യസന്ധമായ വാക്കുകൾ. സജിൻ ഗോപുവാണ് താരം. എനിക്ക് ആകെ തോന്നിയ ഒരു കല്ലുകടി, പൈങ്കിളി എന്നുള്ള സിനിമയൊക്കെ അടിപൊളിയാണ്. നല്ല വൈബ് പടം, നല്ല കോമഡിയൊക്കെയുള്ള നല്ല അസൽ എൻ്റർടൈനർ പടം തന്നെയാണ് പൈങ്കിളി. പക്ഷേ എനിക്ക് ആകെ ഈ സിനിമയിൽ എനിക്ക് കല്ലുകടിയായിട്ട് തോന്നിയത് നമ്മൾ ഈ എന്താണ് അതിനെ പറയുക, സ്റ്റാറ്റ്യൂട്ടറി വാണിങ്ങ എന്താ ഓക്കെ, എനിക്ക് എങ്ങനെ പറയും സ്റ്റാറ്റ്യൂട്ടറി. ഓക്കെ, എനിക്ക് ആകെ പൈങ്കിളി സിനിമയിൽ കല്ലുകടിയായിട്ട് തോന്നിയത്, ദഹിക്കാതെ വന്നത് ഒരേ ഒരു കാര്യമാണ്. നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പും ഇൻ്റർവെല്ലിനൊക്കെ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്, അങ്ങനെ തന്നെയല്ലേ, അതെ, നിയമാനുസൃതമായ സർക്കാരിൻ്റെ സന്ദേശം കാണിക്കില്ലേ. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം, സ്മോക്കിംഗ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, ക്യാൻസർ വരെ ഉണ്ടാക്കും എന്നൊരു പരസ്യം കാണിക്കാറില്ലേ. ആ പരസ്യത്തെ ഈ സിനിമയിൽ കളിയാക്കിയ പോലെ തോന്നി. കാരണം ഒരുമാതിരി കോമഡി പോലെ ആ പരസ്യം അവതരിപ്പിച്ചത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അതൊരു കോമഡി വിഷയമല്ല. ഒന്നാമത് ഇന്നത്തെ കാലത്ത് ലഹരിയും മറ്റും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമാണെന്ന് നമുക്കറിയാം. ഇന്നത്തെ കാലത്തെന്നല്ല, എന്നത്തെ കാലത്തും ഇതൊക്കെ കോമഡി വൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല. പിന്നെ സംവിധായകനും ഈ സിനിമയിൽ അഭിനയിക്കുന്നവർക്കും ലഹരി ഒരു അവിഭാജ്യ ഘടകമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ കാണിച്ചതാണ് എന്ന് കരുതി വേണമെങ്കിൽ സമാധാനിക്കാം. എന്തായാലും പൈങ്കിളി സിനിമയിൽ എനിക്ക് കല്ലുകടിയായിട്ട് തോന്നിയത് സജിൻ ഗോപു ആ സ്റ്റാറ്റ്യൂട്ടറി, അങ്ങനെ തന്നെയല്ലേ, അല്ല, സജിൻ ഗോപു ആ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ആയിട്ട് നിയമാനുസൃതമായ സർക്കാരിൻ്റെ സന്ദേശം ഒരുമാതിരി കോമഡി ടൈപ്പാക്കാൻ. ഇനിയിപ്പോൾ പറയും എന്താണ് കോമഡി, അതങ്ങനെ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, അത് ഇത്തിരി പതുക്കെ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും. അതെന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് എനിക്കൊരു കല്ലുകടിയായിട്ടും ദഹിക്കാതെയും തോന്നിയത്. അതത്ര കോമഡി അല്ല. സീനുകൾ ഒരുപാടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം നല്ലൊരു സിനിമയാണ്. പിന്നെ ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സിനിമകളിൽ പൊതുവെ ഈ ലഹരിപരമായ കാര്യങ്ങൾ, അതിപ്പോൾ ലിക്കർ ഡ്രിങ്കിങ് ആയാലും സ്മോക്കിംഗ് ആയാലും ഒക്കെ ഭയങ്കര മഹത്വവൽക്കരിക്കുന്നത്, എന്തോ ഭയങ്കര മാസ് പോലെയൊക്കെയാണ് കാണിക്കുന്നത്. അത് സംവിധായകൻ അത് ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം എന്ന് ഞങ്ങൾ കരുതിക്കോളാം. പക്ഷേ ഇതൊന്നും മഹത്വവൽക്കരിക്കേണ്ട കാര്യങ്ങളല്ല എന്ന് പേഴ്സണലി ഞാൻ പറയുവാണ്. എൻ്റെ അഭിപ്രായത്തിന് ഇനി വാല്യൂ കൊടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് പൈങ്കിളി സിനിമയിൽ നിങ്ങൾ ആ കാണിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ലിജോ ജോസ് പെല്ലിശ്ശേരി, ജിത്തു മാധവൻ ഇവരൊക്കെ നല്ലോണം സ്മോക്ക് ചെയ്യുന്ന, ചിലപ്പോൾ ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ നിങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഈ സിനിമയിലെ നിയമാനുസൃതമായ സന്ദേശങ്ങളെപ്പോലും ഇത്തരത്തിൽ ഒരുമാതിരി ആക്ഷേപഹാസ്യ രീതിയിൽ അവതരിപ്പിക്കുന്നത് ഒരുമാതിരി ചെറ്റത്തരമാണ്. ദയവേത് അതിനി ആവർത്തിക്കരുത്. നിങ്ങളുടെ മക്കളെ വിചാരിച്ചെങ്കിലും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുകയുള്ളൂ, ഇനി വരും തലമുറയെ വിചാരിച്ചെങ്കിലും ഇത് ഈ തലമുറയിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, ഇനി അമ്മാതിരി കോമഡി പരിപാടിയായിട്ട് ഇത്തരത്തിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണിക്കരുത്. ശ്രീമാൻ ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞിട്ടുണ്ട്, ഈ ലിക്കർ ഡ്രിങ്കിങ് അതുപോലെ സ്മോക്കിങ് ഇതിനെതിരായുള്ള കേന്ദ്ര സർക്കാർ പരസ്യങ്ങളൊക്കെ സിനിമയിൽ എന്തിനാണ് കുത്തിക്കയറ്റുന്നത്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, സിനിമയിലെ സ്വാതന്ത്ര്യമല്ലേ, അതല്ലേ ഇതല്ലേ, പിന്നെ ഒരാൾ സ്മോക്ക് ചെയ്യുമ്പോഴോ ഒരാൾ ഡ്രിങ്ക് ചെയ്യുമ്പോഴോ ഒക്കെ എന്തിനാണ് എഴുതി കാണിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതൊക്കെ ഭയങ്കര ശക്തമായി ആഞ്ഞടിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ശരി തന്നെ, നിങ്ങളുടെ ഗതികേടായിരിക്കാം,
അങ്ങനെ പരസ്യങ്ങളും മറ്റൊക്കെ ഫിറ്റ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വാണിംഗ് ഒക്കെ എഴുതി കാണിക്കേണ്ടി വരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഗതികേട് ഉള്ളപ്പോൾ തന്നെ ആ ഗതികേടിനെ ഒരുമാതിരി പരിഹസിക്കരുത്. നിങ്ങൾക്ക് കലാപരമായ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ന്യായങ്ങൾ ഇതിൽ വേണേൽ പറയാം. പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ചതും നിങ്ങൾ എന്ത് പ്രവൃത്തിയാണ് ആ കാണിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളതും സാമാന്യം ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇനി അമ്മാതിരി ചെറ്റത്തര പരിപാടികളൊന്നും കാണിക്കരുത്. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. പക്ഷേ പൈങ്കിളി എന്നുള്ള സിനിമ അടിപൊളി സിനിമയാണ്. നല്ല കോമഡി എൻ്റർടൈനറാണ്. കുറേ ചിരിച്ചു കുറേ കാലങ്ങൾക്ക് ശേഷം. സജിൻ ഗോപു ഹാറ്റ്സ് ഓഫ്. അടിപൊളി പെർഫോമൻസ്. അനശ്വര പിന്നെ പറയണ്ട, അനശ്വരമായ പ്രകടനം, ഒരു രക്ഷയില്ല. നല്ലൊരു പടമാണ്. കൊടുത്ത കാശ് മുതലാണ്, അതുക്കും മേലെയാണെന്നൊക്കെ പറയാം. അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങൾ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളായിട്ട് സംസാരിക്കാനുണ്ട്. അറിയാലോ, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല, സുഹൃത്തുക്കളിലൊപ്പം വരുന്ന ഒരു സിനിമ സംസാരം കൂടിയുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞാൽ നേരെ പോയിട്ട് വെറുതെ ആരോടും പറയാതെ മിണ്ടാതിരിക്കുക അങ്ങനെയൊന്നുമല്ല. സിനിമ സംസാരിക്കും, കണ്ടവരുമായിട്ടും കാണാത്തവരുമായിട്ടും. പക്ഷെ കണ്ടവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ആ ഒരു ത്രില്ല് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് സുവിത് എസ് നായരെയാണ്. ശ്രീമാൻ സുവിത് എസ് നായരെ ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു. വരണം മിസ്റ്റർ സുവിത്തെ. അപ്പോൾ നമ്മൾ ബ്രൊമാൻസിന് ശേഷം പൈങ്കിളിയും കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു പൈങ്കിളി? ബ്രൊമാൻസ് കണ്ടിട്ട് നീ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. പൈങ്കിളി കണ്ടിട്ട് നീ ചിരിച്ചോ? നീ ചിരിച്ചു, ഞാൻ കണ്ടു. ആർത്തുല്ലസിച്ചിരിക്കുന്ന ഒരു യുവാവിനെ ഞാൻ അവിടെ കണ്ടു, ഇല്ലേ? നന്നായിട്ട് തന്നെ ചിരിച്ചു. അത് തന്നെ. അതിപ്പോ പറയുമ്പോ തന്നെ നിന്റെ മുഖത്ത് ചിരിയുണ്ട്, അല്ലേ? ഉണ്ട്. ആ സീൻ എന്റെ മനസ്സിൽ ഓടണ, അത് ആലോചിച്ചിട്ടുള്ള ഓരോരോ സീനും, അല്ലേ? അപ്പൊ പറഞ്ഞോളൂ, നിന്റെ ഒരു പൈങ്കിളി റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതൽ നന്നായിട്ട് തന്നെ കിട്ടി. കോമഡി തന്നെ. ബ്രൊമാൻസ് പോലെ കോമഡിക്ക് വേണ്ടി ഒരു സീൻ എഴുതിയ പോലെ ഈ പടത്തില് സ്ക്രിപ്റ്റിലില്ല. നാച്ചുറൽ ആയിട്ട് തന്നെ റൊമാൻസ് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് തന്നെ എഴുതിയത്. പക്ഷെ കോമഡിക്ക് വേണ്ടിട്ട് എലമെന്റ്സ് അതിൽ ചേർത്തുണ്ട്. കോമഡിക്കായി കോമഡി എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലേ? അതെ. പക്ഷെ ഇതിലതില്ല. ഇതില് നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. മെയിനായിട്ട് സജിൻ ഗോപു നന്നായി വെള്ളയാടി, അല്ലേ? ആ ഒരു പെർഫോമൻസ് നമ്മൾ ഈ മണിച്ചേട്ടനിൽ നിന്നൊക്കെ കാണുന്ന, അല്ലേ? അതന്നെ, ഒരു കലാഭവമണിയൊക്കെ പെർഫോം ചെയ്യുന്ന പോലെ. കാരണം പരിസരത്തൊക്കെ ആളുകൾ ഉണ്ടെന്നൊന്നും നോക്കാതെ ഭയങ്കരമായിട്ട് ആറാട്ടുകയാണ്, അല്ലേ? ഒരു സഭാകമ്പം പോലും ഇല്ലാത്ത ഒരു ആക്ടർ അങ്ങനെ ആയിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ മുമ്പിൽ വരാൻ പറ്റില്ലല്ലോ. പക്ഷെ ഭയങ്കര സേഫ് സോൺ ആക്ടിംഗ് ആണ് പല നടന്മാരിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള. പക്ഷെ ഇതങ്ങോട്ട് വെള്ളയാടാണ്, അല്ലേ? ഷർട്ട് ഇല്ലെങ്കിൽ ഷർട്ടില്ല, മേക്കപ്പ് ഇല്ലെങ്കിൽ മേക്കപ്പ് ഇല്ല, ചെളി കിടക്കണ ചെളി കിടക്കും, അല്ലേ? ഇനി തുണി ഇല്ലാണ്ടായാലും, അല്ലേ? അഭിനയമാണ്, അഭിനിവേശമാണ് കാണിച്ചു കൂട്ടുന്നത്. സജിൻ ഗോപു, വാട്ട് എ മാൻ, വാട്ട് ആൻ ആക്ടർ യു ആർ. ലെജൻഡറി ആണ്, അല്ലേ? സത്യം. അപ്പൊ പറഞ്ഞു നിന്നെ ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല, പറ. അപ്പൊ സജിൻ ഗോപുവിന്റെ ആക്ടിങ്, അല്ലേ? തോന്നി, അല്ലേ? കിട്ടുമായിരുന്നു. സജിൻ ഗോപുവിന്റെ ക്യാരക്ടറിനെ, ആ സുഗു വേഴാമ്പൽ, ആ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കിയ, അത് തന്നെ, ആ ക്യാരക്ടറിനെ മനസ്സിലാക്കിയാൽ തന്നെ, ആ സിനിമയുടെ ഫ്ലോ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എല്ലാം കണക്ട് ആവും, എല്ലാ കോമഡീസും കണക്ട് ആവും. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഹുക്ഡായി പല സീൻസിലും. അപ്പോൾ എന്ത് തോന്നി നിനക്ക് ഓരോരോ സീൻ കാണുമ്പോഴും, തുടക്കം മുതൽ കഥാഗതിയും എല്ലാം എന്ത് തോന്നി? നല്ല. ഇപ്പോൾ ജിത്തു മാധവന്റെ സ്ക്രിപ്റ്റ് എടുക്കുകയാണെങ്കിൽ രോമാഞ്ചം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണ്. രോമാഞ്ചത്തിലെ കോമഡികൾ വർക്ക് ചെയ്യില്ല, ഒട്ടും ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതൊരു സിനിമയുടെ ഒരു പെർസ്പെക്റ്റീവ് ഒന്നുമില്ലാത്ത ഒരു സിനിമയാണ് രോമാഞ്ചം. രോമാഞ്ചത്തിലെ കോമഡികൾ വർക്കായില്ല? ഇല്ല, ഒട്ടുമില്ല. വൈ? നമ്മള് സിനിമ മേക്ക് ചെയ്യുമ്പോഴും കാണുമ്പോഴും സിനിമയ്ക്ക് സിനിമയുടേതായ ഒരു ഫോർമാറ്റ് ഉണ്ട്. അങ്ങനെ ഉണ്ടോ? ഫോർമാറ്റ് ഉണ്ടോ സിനിമയ്ക്ക്? സിനിമയുടേതായുള്ള ഫോർമാറ്റ് ഉണ്ടോ? എനിക്കുണ്ട്, പേഴ്സണലി എനിക്കുണ്ട്. അത് ആ ഫോർമാറ്റ് യൂസ് ചെയ്താലേ ഹിറ്റ് ആവുള്ളൂ എന്നുള്ള എന്റെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ രോമാഞ്ചത്തിൽ അതില്ലാണ്ട് അത് ഹിറ്റായി. അതുകൊണ്ട് ഇപ്പോ അത് അതിനു വേണ്ടി വാദിച്ചിട്ടും കാര്യമില്ല. ആക്ച്വലി ബ്രേക്കിംഗ് ദ റൂൾസ് അല്ലേ സിനിമ? അങ്ങനെ ചെയ്യാം, പക്ഷെ റൂൾസ് ബ്രേക്ക് ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലാണ്, ഫ്ലോപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ ഹിറ്റായി, അത് കാണിച്ചു തരുകയും ചെയ്തു. പക്ഷെ ആവേശത്തിൽ മൂപ്പര് ആ റിസ്ക് എടുത്തിട്ടുള്ള ജിത്തു മാധവൻ സിനിമയ്ക്ക് വേണ്ട ഫോർമുല എല്ലാം പക്കയായിട്ട് അതാത് സ്ഥലത്ത് തന്നെ മൂപ്പരത് ഡയറക്ടർ ഇംപ്ലിമെന്റ് ചെയ്തു.
എന്താണ് ഇപ്പോൾ നമ്മുടെ പൈങ്കിളിയിൽ വന്ന പക്ക അതൊരു സിനിമ ഫോർമാറ്റിൽ തന്നെ പോയിട്ടുണ്ട് അല്ലേ? പഴയ ഒരു റിസ്ക് കൊടുത്തിട്ടില്ല, ഭയങ്കര സേഫ് സോൺ ആണെന്നാണ് പറയുന്നത്. അല്ല, എന്താണ് കോമഡി എഴുതി ഉണ്ടാക്കേണ്ടത് നല്ലൊരു ആർട്ടാണ്, പക്ഷെ സിനിമയുടെ ഒരു ഫോർമാറ്റ് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വിട്ടിട്ട് മൂപ്പര് കളിച്ചിട്ടില്ല. സേഫ് ആയിട്ടുള്ള കളിയാണ്. അതെ. ഓക്കെ, അതായത് കൃത്യസമയത്ത് ഗാനങ്ങള്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കഥാഗതിയുടെ പോക്ക്, ഇന്റർവെൽ പോയിന്റ്, ക്ലൈമാക്സ് പോയിന്റ്. നമ്മൾ ഇതിനു മുമ്പ് വിന്റേജ് കോമഡി പടങ്ങളൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫോർമുല ഇതിൽ പുതിയ കാലത്തിൻ്റെതായ രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടല്ലേ. പക്ഷെ അതുകൊണ്ട് തന്നെ ഭയങ്കര ഫീൽ ആയിരുന്നു കേട്ടോ. ഏതെങ്കിലും ഒരു ജനറേഷന്റെ പടം എന്ന് തന്നെ പറയാൻ പറ്റില്ല. എല്ലാ ജനറേഷനും. ഒരു ചേട്ടനൊക്കെ ഇരുന്ന് 19 വയസ്സുണ്ട്, ഒരു ചേട്ടനൊക്കെ ഇരുന്ന് കുടുകുടാച്ചിരിക്കുന്നുണ്ടായിരുന്നു. പുള്ളി എന്തോ ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ച് അതൊക്കെ ഇട്ടാ വന്നത്, അതൊക്കെ പോകുന്നുണ്ടായിരുന്നു മേത്തൊക്കെ. എന്നിട്ട് പുള്ളി കുടുകുടാച്ചിരിക്കാനിരുന്നു അല്ലേ. അങ്ങനെ കുറെ മൊമെന്റ്സ് പൈങ്കിളി തിയേറ്റർ എക്സ്പീരിയൻസിൽ നമ്മൾ കണ്ടു. ഇക്വേഷനിൽ ഇപ്പോൾ കുറച്ചുകാലം മുമ്പത്തെ ഒരു തമിഴ് സിനിമ എടുത്താലും മലയാളം എടുത്താലും ഒരു സോങ് കഴിഞ്ഞാൽ പിന്നെ സിനിമ നേരെ കൺക്ലൂഷനിലേക്ക് ക്ലൈമാക്സിലേക്ക് എത്തുക ചെയ്യാം. അതേ ഫോർമുല തന്നെ ഇതിലും. ഡിസ്കസ് ചെയ്യരുത്, അല്ല വേറെ ഒന്നും വിചാരിക്കരുത്. ഭയങ്കര സസ്പെൻസ് ഓറിയന്റഡ് അല്ല, എന്നാലും സുബിജി ആ ഒരു ഫോർമാറ്റ് റിലേറ്റഡ് പറഞ്ഞാണ് അല്ലേ. ഓക്കെ. അപ്പോൾ പിന്നെ ആരുടെയൊക്കെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടത്? അനശ്വര രാജനുണ്ട്. എങ്ങനെ അനശ്വരയുടെ പെർഫോമൻസ് എങ്ങനെ തോന്നി സുഹൃത്തെ? അവര് ഉള്ളത് നന്നായി ചെയ്തു എന്നുള്ളൂ, പക്ഷെ അത് ഇതിനു മുമ്പും കണ്ടുണ്ട്. അവരുടെ ഇതേ ടൈപ്പ് റോളുകൾ കാര്യങ്ങള് എല്ലാം കണ്ടുണ്ട്. സൂപ്പർ ശാലിനി എടുത്താലും അതില് ഇതേ ഒരു ഇത് കണ്ടുണ്ട്. പക്ഷെ എന്നാലും അനശ്വര രാജൻ മാത്രം ഭയങ്കര ചൂസി ആയതുകൊണ്ടാണോ ഇത്തരത്തിൽ നല്ല നല്ല സിനിമകൾ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് വരുന്നത് ചെയ്യുന്നത് എന്ന് അറിയുന്നില്ല. പക്ഷെ ഭയങ്കര അല്ലേ സിനിമകളാണ് എല്ലാം, ഒന്നിനൊന്ന് ബാക്ക് ടു ബാക്ക്. പിന്നെ ഇതിനു മുമ്പ് രേഖാചിത്രമാണ് ഞാൻ കണ്ടത്, അടിപൊളി സിനിമയാണ്. അതിൽ അനശ്വര രാജൻ. ഇപ്പോൾ പൈങ്കിളി കിടിലൻ പടമാണ്, അതിലും അനശ്വര രാജൻ. ഓൾമോസ്റ്റ് ഒരു ഹിറ്റ് ഫോർമുലയിൽ അനശ്വര രാജൻ മസ്റ്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. ശരിക്കും അനശ്വര രാജനാണ് ലേഡി സൂപ്പർ സ്റ്റാർ ശരിക്കും ഇന്നത്തെ എന്നൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു. ആ സുഹൃത്ത് ഇപ്പോൾ വരും, അവൻ സംസാരിക്കുന്നത് എന്തായാലും. അപ്പൊ അനശ്വര രാജന് നിനക്ക് പുതുമ ഉള്ള ഒരു ക്യാരക്ടറായിട്ടൊന്നും തോന്നിയില്ല എന്നാണ് പറയുന്നത്? അതെ, അവര് ഉള്ളത് നന്നായി ചെയ്തു തന്നെ ഉള്ളൂ. അപ്പോ ലാസ്റ്റ് കഥ പറയരുത്, ലാസ്റ്റ് ഒന്നും പറയരുത്, പ്രേക്ഷകർ കാണട്ടെ, നിങ്ങൾ കാണണം കേട്ടോ. നല്ല പടം. ഒരു സിനിമയാണെങ്കിൽ എന്തായാലും ക്ലൈമാക്സ് ഒരു ഇമോഷനിലേക്ക് പോകുള്ളൂ. എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. വന്നാൽ തന്നെ പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ, അതായിരിക്കുമല്ലോ കഥ. അതന്നെ ഇതിലും ഉണ്ട്. ഇതിലും അപ്പോ അതിൽ അനശ്വര ഒരു ഡയലോഗ് ഞാൻ പറയണില്ല. ഒന്നും പറയണ്ട, സ്പോയിലറാ. അപ്പം എന്തായാലും അനശ്വരയുടെ പെർഫോമൻസ് എനിക്കൊരു പുതുമയുള്ളതായിട്ട് തോന്നിയില്ല അല്ലേ. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആസ് യൂഷ്വൽ അല്ലെ. പിന്നെ ആരുടെയൊക്കെ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ നിനക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്, നിനക്ക് ഹുക്ക് ചെയ്തത് ആരുടെയൊക്കെ പെർഫോമൻസ് കണ്ടപ്പോഴാണ്? എല്ലാവരും ഒന്നിനൊന്നും മെച്ചായിരുന്നു. ഇപ്പോ അബു സലീം എടുത്താലും ആളുടെ ക്യാരക്ടർ നന്നായി ചെയ്തു. അതെ. അബു സലീമിന് ഒരു നല്ല റോൾ ഉണ്ട് കേട്ടോ, കിട്ടില്ല റോളാ. അബു സലീമിൻ്റെ നല്ലൊരു പെർഫോമൻസ് ആണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അബു സലീമിന് അത്തരത്തിലുള്ള റോളുകളിലൊക്കെ കാണാൻ പറ്റുന്നതിൽ. കാരണം നല്ല ടാലൻ്റഡ് ആയിട്ടുള്ള ആക്ടറാണ്, ഭയങ്കര നാച്ചുറലാണ്, ഒട്ടും ഒരു ചളിയെന്നൊന്നും തോന്നില്ല. എന്ത് പെർഫോം ചെയ്യാലും അതിൻ്റെ ഒരു നീറ്റ്നെസ് ഉണ്ട്, ഒരു മിതത്വം ഉണ്ട്. അതുകൊണ്ട് അടിപൊളിയായിട്ട് അബു സലീം പൈങ്കിളിയിലെ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. സജിൻ ഗോപു അവതരിപ്പിക്കുന്ന സുഗു എന്ന ക്യാരക്ടറിൻ്റെ അച്ഛൻ കഥാപാത്രം, നല്ലൊരു പേരുള്ള അച്ഛൻ. അതെ, ഇപ്പോ സുജിത്ത് പറഞ്ഞാണ് അച്ഛന്റെ പേര്, സുജിത് കുമാർ അഗ്രന്തോട് അച്ഛന്റെ പേര്. നല്ലൊരു പേര്. അപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിലും എനിക്ക് അക്ഷയന്റെ സ്ക്രിപ്റ്റിന്റെ ഏകദേശം മോഡൽ എനിക്ക് അറിയാം എങ്ങനെ എഴുതുക എന്നുള്ള ഒരു ഇതുണ്ടാവും. ഇപ്പോൾ ആ സജിൻ ഗോപു ആ ക്യാരക്ടർ പോണ സിറ്റുവേഷനിൽ ഒരിക്കലും ആ അച്ഛൻ അങ്ങനെ ബിഹേവ് ചെയ്യില്ല. ആള് സൂപ്പറായി ചെയ്തു, സ്ക്രിപ്റ്റിന് ബ്ലെൻഡ് ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആണ്, ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആണ്. പക്ഷെ ഒരു മകൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോൾ ഒരു അച്ഛൻ ഇങ്ങനെ ബിഹേവ് ചെയ്യൂ? അങ്ങനെ ഒരു ലോജിക്കൽ പോയിന്റ് ആണല്ലേ പറയുന്നത്. എനിക്ക് തോന്നി എന്താണ്, അതൊരു കോമഡി സിനിമയാണെങ്കിലും സീരിയസ് ആണെങ്കിലും സ്വന്തം അച്ഛനല്ലേ, മകനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ ബിഹേവ് ചെയ്യൂ? എനിക്ക് തോന്നുന്നു അവരെ കുറച്ചും കൂടി ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഫാമിലിനെ പോലെ കാണുന്നത്. നമുക്കൊരു സോക്കോൾഡ് അച്ഛൻ കഥാപാത്രത്തോട് ചിലപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം സജിൻ ഗോപുവിന്റെ കാട്ടായങ്ങൾ ഉണ്ടല്ലേ സിനിമയിൽ, സുഗു എന്നുള്ള ക്യാരക്ടറിന്റെ കാട്ടായങ്ങൾ ഉണ്ടല്ലേ, എനിക്ക് തോന്നുന്നത് അത് അച്ഛനിൽ നിന്ന് കിട്ടിയതെന്നാണ് തോന്നുന്നത്. അച്ഛൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരുപാട് ക്രേസിനെസ് ഉണ്ട്. അത് തന്നെയാണ് സുഗു എന്നുള്ള സജിൻ ഗോപുവിന്റെ ക്യാരക്ടറിന് കിട്ടിയത്. അതുകൊണ്ടാണ് ആ അച്ഛൻ ഓരോരോ സിറ്റുവേഷനിലും ആ ഒരു രീതിക്ക് ബിഹേവ് ചെയ്യുന്നത്. വളരെ സെൻസിറ്റീവായ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള
ഒരു സോക്കോൾഡ് അച്ഛൻ ക്യാരക്ടർ പോലെ അല്ലാത്ത ഒരു നല്ല ഒരു എൻ്റർടൈനിങ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. അതുകൊണ്ട് എനിക്കതൊരു ഭയങ്കര അതിഭാവുകത്വം അല്ലെങ്കിൽ ഭയങ്കര അയ്യോ അത് വേണ്ടായിരുന്നു അങ്ങനൊന്നും തോന്നിയില്ല. പക്ഷേ നിൻ്റെ ഒരു പോയിന്റ് ഞാൻ ഭയങ്കര വാല്യുബിൾ ആയിട്ട് കാണുന്നു. അപ്പോൾ നിനക്ക് അങ്ങനെ തോന്നി ആ അച്ഛൻ അങ്ങനെയല്ല പെരുമാറേണ്ടിരുന്നത് ചില സന്ദർഭങ്ങളിൽ തോന്നി അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ആരുടെയൊക്കെ ക്യാരക്ടറാണ്? ഒരുപിടി ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അതിൽ എല്ലാവരുടെയും പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മുടെ സജിൻ ഗോപിൻ്റെ കൂടെയുള്ള ക്യാരക്ടർ ഷാനവാസ്, ആവേശത്തിലെ പുള്ളിക്കാരൻ അഭിനയിച്ച ഷാനവാസ് ബ്രോയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആളുടെ റോള് പക്കയായിട്ട് തന്നെ ചെയ്തിരിക്കും. കിഡ്ലൻ എക്സ്പ്രഷൻസ് അല്ലേ, അതായത് റിയാക്ഷൻസ് ആണ് അല്ലേ? ഒരു രക്ഷയില്ല. വെറുതെ ആവേശത്തിൽ നിന്ന് പുള്ളിനെ മാത്രം പിക്ക് ചെയ്തിട്ട് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അത് വേറെ എന്താണ് ഹിപ്സ്റ്റർ അവരൊന്നും വിചാരിക്കരുത്, ഞാൻ വേറെ ഒന്നും കൊണ്ടും പറഞ്ഞില്ല. അത് ഷാനവാസ് ബ്രോയുടെ ആ ഒരു പെർഫോമൻസ് അതൊരു ഭയങ്കര നാച്ചുറലാണ്. അത് മാത്രമല്ല സജിൻ ഗോപായിട്ട് കട്ടാക്കി നിൽക്കുന്നുണ്ട് അല്ലേ? ആ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവർ ആക്ടിങ്ങിൽ തന്നെ. എല്ലാ ഇമോഷൻസും ഇങ്ങനെ മിനിമായുന്ന ഏത് സീനും ആപ്റ്റ് ചെയ്യുന്ന, ഇനി കോമഡി രീതിയിൽ കോമഡി ആക്കാം, ഇനി ഇമോഷണൽ ആവാൻ പറ്റും പുള്ളിക്കാരന്. സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് അല്ലേ പുള്ളിക്കാരന് പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും വളരെ നാച്ചുറലായിട്ട്, ചുമ്മാ ചളിയൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഷാനവാസ് ബ്രോ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു, രക്ഷയില്ല. പൈങ്കിളിൽ നിങ്ങളും തകർത്തിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ട് സംവിധായകൻ നിങ്ങളെ ചൂസ് ചെയ്തു എന്നുള്ളത് പക്കയായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കാരണം ക്യാരക്ടർ പെർഫോമൻസ് കൂടെയുള്ള നടൻ നായകൻ്റെ മാത്രമല്ല കൂടെയുള്ള കഥാപാത്രങ്ങൾ നന്നാവുമ്പോഴാണ് മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വൈബ് തോന്നുക അല്ലേ? കാരണം ഇതിനു മുമ്പ് ഇപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ സിനിമകളിലായാലും മുമ്പത്തെ പ്രിയദർശൻ്റെ സിനിമകളിലായാലും ഒക്കെ മോഹൻലാലോ മമ്മൂട്ടിയൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ജയറാമോ ഒക്കെ നിൽക്കുമ്പോൾ അവരുടെ കൂടെ അല്ലേ നല്ല സപ്പോർട്ടീവായിട്ടുള്ള നല്ല കിടുക്കാച്ചി ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ആ ആക്ടേഴ്സിനോട് പെർഫോമൻസ് വരുമ്പോഴാണ് ഒരു ഹോൾ ഫീൽ നമുക്ക് കിട്ടുക. അപ്പം അങ്ങനെ ഒരു ഹോൾ ഫീല് പൈങ്കിളി എന്നുള്ള പടത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ഓരോ ഫ്രെയിമിലും എല്ലാം ആക്ടേഴ്സാണ് എന്ന് തോന്നിപ്പിക്കുന്ന കുറെ പുതിയ ആക്ടേഴ്സും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചല്ലേ അവരുടെ ക്യാരക്ടേഴ്സ്. പ്രത്യേകിച്ച് അമ്മ ക്യാരക്ടറായിട്ട് അഭിനയിച്ച ഒരു സീൻ, അവരുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഒരു ജിസ്മ വിമൽ അല്ലേ, അടിപൊളി ക്യാരക്ടർ. യൂട്യൂബില് വീഡിയോസ് കണ്ടിട്ടുണ്ട്, നല്ലതാണ്. അപ്പോ ചില ഇതിലൊന്നും അവർക്ക് ഡയലോഗേ ഇല്ല. ഡയലോഗ് ഇല്ലാണ്ട് ഈ സിനിമയിൽ തന്നെ അതെ, ഈ സിനിമയിൽ തന്നെ കുറെ ഡയലോഗ് ഒന്നും ഇല്ല. അപ്പൊ ഡയലോഗ് ഇല്ലാണ്ട് അവര് അവിടെ ഓരോരോ എക്സ്പ്രഷൻസ് ഒട്ടും നമുക്ക് ചളിയായിട്ട് തോന്നിയില്ല കേട്ടോ. ഇതിനു മുമ്പ് ചില സിനിമകളിലൊക്കെ അവർ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ ഈ സിനിമയിലെ കഥാപാത്രം എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു നാഴികക്കല്ല് തന്നെയാണ്, ഒരു മൈൽ സ്റ്റോണാണ് ജിസ്മ വിമൽ എന്നുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ലൈഫിൽ. ഇപ്പോൾ ഒരു ആക്ട്രസ് ആയിട്ട് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്നുള്ള അടിവരയിടുന്ന പെർഫോമൻസാണ് ജിസ്മ ചേച്ചി നടത്തിയിരിക്കുന്നത്. കിടിലൻ പെർഫോമൻസ്, രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം സജിൻ ഗോപുവിൻ്റെ ഒപ്പം നമ്മളെ കട്ടയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പുള്ളി അസാധ്യ ആക്ടറാണ്, ഒരു സംശയം ഉണ്ടാവില്ല. ആവേശം സിനിമയായിട്ട് ഫഹദ് ഫാസിൽ പറഞ്ഞിട്ടുണ്ട് സജിൻ ഗോപുവിൻ്റെ പെർഫോമൻസിനെ കുറിച്ച്. അമ്മാതിരി ആക്ടറാണ് പുള്ളിക്കാരൻ. അതുകൊണ്ട് തന്നെ ഫഹദ് ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നത്. കാരണം പുള്ളി എന്തുകൊണ്ട് യോഗ്യനാണ് മലയാള സിനിമ ഒരു മികച്ച നടനാവാനായിട്ട്. ആ കലാഭവന്റെ റേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിക്കുക. സജിൻ ഗോപുവിന്റെ റേഞ്ച് എന്നൊരു പുതിയ റേഞ്ച് ഉണ്ടാവും, ഉറപ്പാണത്. അതുകൊണ്ട് അത് തന്നെ ട്രേഡ് മാർക്കാണ് പടം. ഈ പടമൊക്കെ ഒരാൾക്ക് റീപ്ലേസ് പോലും ചെയ്യാൻ പറ്റില്ല. ആരഭിനയിക്കും ഈ പടമൊക്കെ? വേറെ ഭാഷയിലൊക്കെ വല്ല റീമേക്ക് ഒക്കെ പോകണമെങ്കിൽ ആരഭിനയിക്കാനാ? അമ്മാതിരി പെർഫോമൻസ് ആണ് മനുഷ്യൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ജിസ്മ വിമലൊക്കെ അമ്മാതിരി ഗിവ് ആൻഡ് ടേക്ക് നടത്തിയിട്ടുണ്ട്. കിടിലനായിരുന്നു നിങ്ങളുടെയൊക്കെ കോമ്പിനേഷൻ സീൻസും. പിന്നെ ഭയങ്കര ഫീലായിരുന്നു, കോമഡി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു ലവ് ഒക്കെ അല്ലേ, അടിപൊളി. ഇനി നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. കാരണം നിങ്ങൾ ആ ഒരു വെബ് സീരീസ് കാര്യങ്ങളും നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്തോന്നാലും അല്ലേ? ജിസ്മ വിമലിനൊക്കെ നല്ലോണം ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ സിനിമയിൽ വന്നപ്പം അടിപൊളി, രക്ഷയില്ല. പിന്നെ അബൂ സലീമിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല എന്താ പറയുന്നത്, പിന്നെ നമ്മളെന്തായാലും മെയിനായിട്ട് സ്ക്രിപ്റ്റ് ആണല്ലോ നമ്മൾ നോക്കുക. തീർച്ചയായിട്ടും. അല്ല നമ്മുടെ കിടലിനൊരു ക്യാരക്ടർ ഉണ്ട് അതില്. അത് ആരാണ് അത് സ്പോയിലർ ആണോ എന്നറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് അത് പറയണം. റിയാസ് ഖാന് ഒരു കിടിലൻ വേഷമുണ്ട് ഈ സിനിമ. കുറച്ചുള്ളൂ, പക്ഷെ പൊളിയായിട്ട് കോമഡി ആയിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു വേഷത്തിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല പുള്ളിക്കാരനെ അല്ലേ? ഹേ സൂര്യ തെറ്റന്റെ ഭാഗത്താ ആ മൂഡിലേക്കല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് കുറച്ചും കൂടി നല്ലൊരു വൈബാ. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇത് സ്പോയിലറാണ്, പക്ഷെ പറയാതിരിക്കാൻ നിർത്തിയില്ല. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു മനുഷ്യൻ. കാരണം ഒരു സർപ്രൈസ് പലപ്പോഴും കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ത്രില്ല്. അതുകൊണ്ട് എന്താണ് ഞങ്ങൾ പറഞ്ഞു, അധികാരം
അങ്ങനെ ട്രെയിലറിലോ അങ്ങനെ കണ്ടു ഒന്നുമില്ല. അപ്പൊ അതൊക്കെയാണ് സംഭവം. അപ്പൊ നിനക്ക് പൈങ്കിളി ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ്. റൊമാൻസ് കണ്ട പോലെ ചിരി തോന്നിയില്ല, അങ്ങനൊന്നുമില്ല. നല്ലോണം നീ ചിരിച്ചു മറിയുന്നുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ ചിരിച്ചു. അതെ, സുവിത്തസ് നായർ ചിരിച്ചു ഗൈസ്. അത് പേഴ്സണലി നമ്മുടെ ഏജില് നല്ല റിലേറ്റഡ് ആണല്ലോ. ഇപ്പൊ സിനിമ അവറായി ഭയങ്കര സിനിമ എന്തായാലും ഒരു 90s കിഡ്സിന്റെ ഒരു ഇപ്പൊ ട്രോളിലൊക്കെ കാണുന്ന പോലെ അവർക്ക് എന്താ പ്രോബ്ലംസ് ഉണ്ടാവുക, ആ പ്രോബ്ലംസ് തന്നെയാണ് ഈ സിനിമയിലും പറഞ്ഞു. എന്തൊക്കെയാണ് 90s കിഡ്സിന്റെ പ്രോബ്ലംസ്? ഈ 90s കിഡ്സിന് പൊതുവെ എല്ലാവരും പറയണ അവർക്ക് എന്താണ് പേഴ്സണലി ഇപ്പൊ ഒരു കമ്മിറ്റഡ് ആയിരിക്കില്ല, എന്തായാലും സിംഗിൾ ആയിരിക്കും. 90s കിഡ്സ് സിംഗിൾ ആണോ ഗൈസ്? 90s കിഡ്സ് ഈ 90s കിഡ്സിനെ പൊതുവെ 2K കിഡ്സ് കളിയാക്കണ പരിപാടി എപ്പോഴും ഉണ്ടാവാറുണ്ട്, തിരിച്ചുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോ ആ രീതിയിൽ തന്നെയാണ് ഈ പാഠവും കഥ. കല്യാണം കഴിക്കാൻ മുട്ടി നടക്കുന്ന ആളുകളാണോ 90s കിഡ്സ്? നിങ്ങൾ പറയൂ, ആണോ? അങ്ങനെയാണോ സുഹൃത്തെ? പക്ഷെ ഭൂരിപക്ഷം അങ്ങനെയാണ്. അങ്ങനെ കല്യാണം നടക്കാറില്ല. ഇപ്പൊ പോര നിറഞ്ഞ ആൺപിള്ളേര് ഭയങ്കര കൂടുതലാണ്. ആ ഒരു അതിൽ ഭൂരിഭാഗവും 90s കിഡ്സ് ആയിരുന്നു. അതെ 90s കിഡ്സ് ആണ്. അത് ഈ സിനിമയില് പറഞ്ഞു പോകുന്നതുകൊണ്ട് അതിൽ അനശ്വര, ഞാൻ പറയാൻ വന്ന വെച്ചാൽ അനശ്വര ലാസ്റ്റ് ഒരു ഡയലോഗ് പറയുന്നത്. ആ ഡയലോഗ് എന്താണെന്ന് ഞാൻ പറയില്ല, ആ ഡയലോഗ് ഒന്നും ഞാൻ പറയണില്ല. പക്ഷെ അത് 90s കിഡ്സിനെ ഒന്ന് ഓർമ്മിപ്പിക്കണ ഒരു ഡയലോഗാണ്. കാരണം 90s കിഡ്സ് എന്താണ്, അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ള ഒറ്റ ഡയലോഗിൽ അനശ്വര ലാസ്റ്റ് പറഞ്ഞു. ശരിക്കും എല്ലാവർക്കും ഒരു സോഷ്യൽ മെസ്സേജ് തന്നെയാണ്. അപ്പൊ 90s കിഡ്സ് എന്തായാലും പൈങ്കിളി മിസ് ചെയ്യരുത്. അനശ്വര രാജൻ എന്തോ 90s കിഡ്സിനെതിരെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് സുഹൃത്ത്, അല്ലേ? നിനക്ക് ഫീൽ ചെയ്തോ? ആ, നന്നായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ എനിക്ക് പേഴ്സണലി അല്ല, അങ്ങനെയാണ് ബിഹേവിയർ. ഞാൻ പേഴ്സണലി സൈക്കോളജി പഠിക്കണം കൊണ്ട് എനിക്ക് മനസ്സിലായി. ഒരു 30-ന് ശേഷം ഉള്ള 30 വയസ്സിന് മേലെയുള്ള എല്ലാ ബോയ്സിന്റെയും ഒരു അവര് റിലേഷൻഷിപ്പ് പ്രോബ്ലം അല്ല, അവര് സക്സസ് ആയിട്ടില്ലെങ്കിൽ എന്താ കാരണം എന്നുള്ള ഒറ്റ ഡയലോഗിൽ അനശ്വര പറയുന്നുണ്ട് ഈ പടത്തില്. ആ ഡയലോഗ് പറയരുത്. ആ ഡയലോഗ് കാണാൻ നിങ്ങൾ പൈങ്കിളി സിനിമ കാണണം. അതെന്താണ് ജിത്തു മാധവൻ എഴുതിയ ഡയലോഗ് നിങ്ങൾ കേൾക്കണം. അനശ്വര രാജനെ കൊണ്ട് പറയിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ തിരിച്ചറിവ് തന്നെയാണ്. 90s കിഡ്സിന് തിരിച്ചറിവാണ്. ഓക്കെ. അപ്പൊ അത് കേൾക്കുമ്പോ എല്ലാവർക്കും പൊള്ളും, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. 90s കിഡ്സിന് പൊള്ളുന്ന ഒരു സിനിമയാണ് പൈങ്കിളി എന്നാണ് പറയുന്നത്. 90s കിഡ്സിന്റെ പ്രതിനിധിയായിട്ട് സജിൻ ഗോപു അവതരിപ്പിക്കുന്ന സുഗു വേഴാമ്പൽ എന്ന കഥാപാത്രം ഈ സിനിമയിൽ നിറഞ്ഞാടിയിരിക്കുകയാണ്. അപ്പോൾ ആ കഥാപാത്രവും വേണ്ടിയിട്ട് വേറൊരു കാരണം ഉണ്ടായത് എന്താ വെച്ചാൽ ഈ 90s കിഡ്സിന് പൊതുവെ ചിന്തിക്കാനുള്ള ഒരു ഇത് കമ്മിയാണ്. അത് ഈ സിനിമയിൽ പക്കയായിട്ട് പറയണമുണ്ട്. അതെ, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് 90s കിഡ്സിന് മിക്കവർക്കും അറിയാറില്ല. പ്രത്യേകിച്ച് സ്ത്രീകളോട് ഇടപഴകാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ അറിയാത്ത ഒരു തലമുറയായി 90s കിഡ്സ് മാറിയിരിക്കുന്നു. 90s കിഡ്സിന് കിഡ്സ് എന്ന് വിളിക്കാൻ പറ്റുമോ? അതാണ്. അതെ. അപ്പോൾ എന്തായാലും 90സിലുള്ള ആൾക്കാരൊക്കെ കാണണം, അല്ലേ? ഇതിനു മുമ്പ് ഒരു പടത്തിൽ വർക്ക് ചെയ്യാൻ പോയപ്പോൾ എന്നെ അടക്കം ചെറിയ പിള്ളേരെ അഭിനയിക്കാൻ വന്നപ്പോൾ അങ്കിളെ എന്നാ വിളിച്ചത്. അപ്പൊ അത് 90s കിഡ്സ് ഇപ്പൊ 90s അങ്കിളായി. അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ പൈങ്കിളി കാണണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. സുഹിത്തിന് അത്രയല്ലേ പറയാനുള്ളൂ? പൈങ്കിളി കാണണം. എല്ലാ മസ്റ്റ് വാച്ച് ആണ്. അല്ലല്ല, കട്ടിയില്ലേ? എന്തായാലും മസ്റ്റ് വാച്ച് ആണ്. എല്ലാ ജനറേഷൻ 90s കിഡ്സ് മാത്രമല്ല, സുഹിത്ത് പറഞ്ഞ 90s കിഡ്സും ഇനി 80കളിൽ ജനിച്ചവരും ഇനി 2K അല്ലെങ്കിൽ ഇനി അത് കഴിഞ്ഞും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പടമാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ സിനിമയിൽ എനിക്ക് ആകെ ഒരു കല്ലുകേട് തോന്നിയത്, അതായത് പൈങ്കിളി സിനിമയിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെടാഞ്ഞത്, നമ്മൾ നിയമാനുസൃതമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിക്കർ ഡ്രിങ്കിങ്, സ്മോക്കിംഗ്, ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് അധികൃതർ ഒരു പരസ്യം എല്ലാ സിനിമകളിലും തിയേറ്ററുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ പരസ്യത്തെ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ആയിരിക്കാം, ആ പരസ്യത്തെ ഒരുമാതിരി പരിഹസിക്കുന്ന തരത്തിലാണ് പ്രസന്റ് ചെയ്തത്. അങ്ങനെ തോന്നിയായിരുന്നു? അങ്ങനെയല്ല എനിക്ക് തോന്നിയത്. ഏതോ ഇംഗ്ലീഷ് പറയാൻ അറിയാത്ത ഒരാൾ പറഞ്ഞ പോലെയാണ് എനിക്കത് തോന്നിയത്. അതെ, സജിൻ ഗോപുവിന് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാം. ഇനി ഇംഗ്ലീഷ് പറയാത്ത ഒരാളെ കൊണ്ട് ഒരുമാതിരി കോമഡി പോലെ പറയിക്കണം എന്നുമില്ല. കാരണം അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. ലിക്കർ ഡ്രിങ്കിങ്, സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്നത്.
ശരിയാണ്, ലിജോ ജോസ് പെല്ലിശ്ശേരി അടക്കം പലർക്കും ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ സിനിമയിൽ ഇടുന്നതിനോട് യോജിപ്പില്ല, അറിയാം. പക്ഷേ നിങ്ങളുടെ ഗതികേടാണെങ്കിൽ കൂടി അത് നിങ്ങൾക്ക് ഇടണം, എങ്കിലും അത് പരിഹസിക്കാതെ ഇട്ടൂടെ എന്നാണ് ചോദ്യം. അത് ഭയങ്കര മോശമായിപ്പോയി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, അല്ലേ? ഇനി പ്രദീപേ മിണ്ടാണ്ടില്ലോടാ, ഉണ്ടാക്കി ശബ്ദം കേൾക്കണം നിന്റെ, അലമ്പുണ്ടാകല്ലടാ. അല്ല വേണ്ട, കുഴപ്പമില്ല, കട്ടണ്ട, ഞാൻ കട്ട് ചെയ്തോളാം. സംസാരിക്കാൻ എൻ്റെ സ്വഭാവം മാറും. അപ്പോൾ എന്തായാലും സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ജിത്തു മാധവൻ കേൾക്കാൻ പറയുകയാണ്, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. മനസ്സിലാവുന്നുണ്ടോ? പുകവലി പലതിനും കാരണമാക്കും. അതുപോലെ ഡ്രഗ്സ്, അതുപോലെ ലിക്കർ ഡ്രിങ്കിങ്, ഇതൊക്കെ മോശം തന്നെയാണ്. ഇനി അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കൂടുതലെങ്കിലും മോശം തന്നെയാണ് എന്നും പറഞ്ഞപ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പനിയോ ജലദോഷമോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, കണ്ടോ ഞങ്ങൾക്ക് വന്നില്ല നിനക്ക് വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നു എന്നൊക്കെ സ്ഥിരം കുടിയന്മാരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരും സ്മോക്ക് ചെയ്യുന്നവരൊക്കെ പറയുന്ന ക്ലീഷേ ഡയലോഗായിട്ട് ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളൊക്കെ ന്യായീകരിക്കാമെന്നാൽ പിന്നെ ഒന്നും പറയാനില്ല. അത് ബുദ്ധിയുടെ കുഴപ്പം തന്നെയാണ്. എന്തായാലും ലിക്കർ ഡ്രിങ്കിങ്, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന പരസ്യത്തെ നിങ്ങൾ പരിഹസിച്ചത്, അതായത് ഒരുമാതിരി ലാഗാക്കി, ഒരുമാതിരി അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒക്കെ സിനിമയെ പോലെ. അദ്ദേഹത്തെ കളിയാക്കാണെന്ന് ഇനി വരുത്തി തീർക്കരുത്, ഇനി അങ്ങനെ വരുത്തി തീർത്താലും കുഴപ്പമില്ല. ഒരുമാതിരി ഇങ്ങനെ പതിയെ ഇങ്ങനെ പറയുകയാണ്. അതൊരു ആക്ഷേപഹാസ്യമായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചതാണ് എന്ന് മനസ്സിലായി. തിയേറ്ററിൽ അപ്പോഴും ചിരി വരുന്നുണ്ടായിരുന്നു പലർക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പിന്നിലെ ചേതോവികാരം ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. എനിക്കത് കളിയാക്കിയ പോലെ തന്നെ തോന്നി. കാരണം നിങ്ങളൊക്കെ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെ പൊളിഞ്ഞിട്ട് നിങ്ങൾ ആ പരസ്യത്തെ പോലും കളിയാക്കി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സീരിയസ് ആയ നിനക്കെന്താ തോന്നിയത്? കളിയാക്കില്ല? എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സുവിത്തിന്റെ സ്നായർശേ. അപ്പോൾ ഇതൊക്കെയാണ് സുവിത്തിന് തോന്നിയത്, അല്ലേ സുവിത്തെ? അപ്പോൾ അടുത്തൊരു സിനിമയുമായിട്ട് നമ്മൾ വരും. ഏത് സിനിമയാണ്? ദാവീദ് കാണാനുണ്ട്. ദാവീദ് കണ്ടിട്ട് അഭിപ്രായം പറയാനുണ്ട്. നാളെ ദാവീദിന്റെ റിവ്യൂ ആയിട്ട് സുവിത്ത് എസ് നായർ വരുന്നതായിരിക്കും, അല്ലേ സുവിത്തെ? അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്നലെ താങ്ക് യു പറയാൻ വിട്ടുപോയി. നീ പോയിക്കൊണ്ടാണ് താങ്ക് യു പറഞ്ഞത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പേഷ്യൻറ്റിനെ ക്ഷണിക്കാം. ഓക്കെ, സെറ്റ്. ഓക്കെ, സുവിത്തിൻ്റെ അഭിപ്രായം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് സുവിത്ത് പറയുന്നത്. സിനിമ സംസാരിക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളാണ് സുവിത്ത്. അപ്പോൾ സുവിത്തിന് ശേഷം ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കടന്നു വരുന്നയാൾ ഒരു പ്രതിഭയാണ്. അതെ, പ്രതിഭ പ്രദീപിനെ ക്ഷണിക്കുന്നു. ഹായ്. എങ്ങനെയുണ്ടായിരുന്നു പൈങ്കിളി സിനിമ? പൈങ്കിളി പോലെ തന്നെ ഉണ്ടായിരുന്നു ഫിലിം. പൈങ്കിളി എന്താണോ നെയിം അതുപോലെ തന്നെ ഒരു കുറേ ക്ലീഷേ മീൻസ് നമ്മൾ ചെറുതിലെ ഇപ്പം സ്കൂൾ ടൈമിലൊക്കെ കേൾക്കുന്ന ഒരുപാട് പൈങ്കിളി ഡയലോഗ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാട് ഫിലിം കഴിയുന്നോളം യൂസ് ചെയ്തിട്ടുണ്ട്. സോ പൈങ്കിളി പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. അത് നല്ല രീതിയിൽ, അതായത് മനസ്സിലാവുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് പറഞ്ഞതാ. അല്ലാതെ ഒരു പൈങ്കിളിപ്പടം അങ്ങനെയല്ല, ഒരു പൈങ്കിളിപ്പടം അങ്ങനെയല്ലേ? അപ്പൊ പറയൂ, എന്തൊക്കെയാണ് ആ സിനിമയിൽ ഇഷ്ടപ്പെട്ടത്? എന്തൊക്കെ ഘടകങ്ങളാണ് ആ സിനിമയിൽ പ്രതിഭയ്ക്ക് കണക്ട് ആയത്? നല്ലൊരു ഫ്രെയിം മീൻസ് നല്ലൊരു ആംബിയൻസ് പോലെയായിരുന്നു. ഒരു കാണുമ്പോൾ ഫ്രെയിം നല്ലൊരു ഫ്രഷ് ആയിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ ഫ്രെയിം. പിന്നെ അഭിനയിച്ച ആരാണെങ്കിലും സുഗു മെയിൻ അടിപൊളി. സുഗു, സജിൻ ഗോപുവിന്റെ കഥാപാത്രം അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ ആള് നല്ലോണം എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ഫിലിം കഴിയുന്നോളം. കറക്റ്റ്, ആൾക്ക് ആളുടേതായിട്ടുള്ള ഒരു സ്പേസ് എനിക്ക് കിട്ടിയെന്ന് പറയാം മലയാള സിനിമയിൽ. കാരണം ആള് ചെയ്ത ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും ചെയ്താൽ ഇത് ബെറ്റർ ആവുന്നല്ലേ ചിന്തിക്കാൻ പറ്റുന്നില്ല. വേറെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ആവില്ല, ഒരിക്കലും ആവില്ല. എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇല്ല, നിവിൻ പോളി ഒരിക്കലും ഇല്ല. സജിൻ ഗോപുവിന് തുല്യം സജിൻ ഗോപു മാത്രം. പൈങ്കിളി സിനിമ ഒന്ന് കണ്ടു നോക്കണം. ഈ പറഞ്ഞ യുവനടന്മാർ ആരും തൊട്ടാൻ പറ്റാത്തവർക്കൊന്നും അമ്മാതിരി റേഞ്ച് പെർഫോമൻസ് ആണ്. അഴിഞ്ഞാടിയിരിക്കുകയാണ്, വിളയാടിയിരിക്കുകയാണ്. ഒരു പരിസരത്ത് നിന്ന് വിളയാടുകയാണ് ആ മനുഷ്യൻ, അല്ലേ? കംപ്ലീറ്റ്ലി മൂവി കഴിയുന്നവരെ ആള് നിന്നില്ല ശരിക്ക്. ആളുടെ ക്യാരക്ടർ എന്താണോ കംപ്ലീറ്റ്ലി ആളിങ്ങനെ അതിൽ സകല കലാവല്ലഭൻ. പാട്ട്, മോണോ ആക്ടിങ്, മിമിക്രി, പിന്നെ ആ മുഖത്ത് മിന്നി പറയുന്ന ഭാവങ്ങള്, അയ്യോ അല്ലേ? വേറെ ഏത് നടനാണെങ്കിലും
ചളി മൂടോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവും സത്യം പറഞ്ഞാൽ. അതെ, ഉറപ്പായിട്ടും. ആ പൈങ്കിളി ഡയലോഗ്സ് വരുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് എഫക്ട് ചെയ്യും. ഒരു ഇത് ഇങ്ങനെ ചെയ്തു വെച്ചല്ലോ എന്ന് തോന്നും. പക്ഷെ ആള് ചെയ്തതുകൊണ്ട് ഭയങ്കര ഓവറാണ് ആക്ടിങ്. അധികം കുറച്ച് ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ആക്ടിങ് കുറച്ച് ഓവറാണ്. പക്ഷെ ആ ഓവറിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, അത് ഫീൽ ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവര് നല്ല ആക്ടിങ് ആയിട്ടുണ്ട്. അതെ, തീർച്ചയായും ആക്ടിങ് ആയതുകൊണ്ടാണ്. കാരണം ഡയലോഗൊക്കെ ഭയങ്കര അതിപ്രസരമുള്ള ഡയലോഗ് ഡെലിവറി, കാരണം അങ്ങനത്തെ ഡയലോഗ്സ് ആണത്. ഭയങ്കര ഒരു പഴയ 90s കിഡ്സ് ഒക്കെ പറയുന്ന പോലത്തെ ഡയലോഗുകളാണ്. 90s കിഡ്സ് അല്ല ഇപ്പോൾ, എന്നാലും അവരൊക്കെ പറയുന്ന പോലത്തെ താത്വികമായ. പക്ഷെ അതൊക്കെ നമുക്ക് കോമഡി ആയിട്ട് അവരുടെ പെർഫോമൻസ് ആണത്. അത് അവരുടെ റിയൽ ലൈഫിൽ അവരെങ്ങനെയാണോ ജീവിക്കുന്നത് ആ തരത്തിലാണ് മൂവിയിൽ അവർ പോകുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ നമുക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും. അപ്പൊ അത്രയും കോമഡി പരമായിട്ട് പോകുമ്പോഴും ഈ സജിൻ ഗോപുവിന്റെ ക്യാരക്ടറൊക്കെ ഒന്ന് കണ്ണ് നനയിച്ചാൽ, പുള്ളിയുടെയൊക്കെ ക്യാരക്ടറിന്റെ മുഖത്ത് വരുന്ന ആ ഒരു ഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നാൽ, ചെറിയൊരു ചങ്ക് പിടച്ചിൽ വന്നാൽ നമുക്കത് ഫീൽ ചെയ്യുന്നു. അതാണ് ഒരു ആക്ടറിന്റെ വിജയം. പുള്ളിയും ജസ്റ്റ് ഇമോഷണൽ ആകുമ്പോഴേക്ക് നമ്മളും ഭയങ്കര ഇമോഷണൽ ആവുന്നു. അത്ര നേരം ഭയങ്കര കോമഡി കളിച്ചാണെന്നിരുന്ന നടന. അതാണ് ആക്ടിങ്. ഭയങ്കര ഒരുപാട് നല്ല നടന്മാർ നമുക്കുണ്ടായിരുന്നു. ഒരുപാട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, തിലകൻ സാറ്, അതുപോലെ ഇന്നസെന്റ്, മാമുക്കോയ, ജഗതി സാറ്, കലാഭവൻ മണി. ഇപ്പൊ ആ ഒരു ശ്രേണിയിലേക്കാണ് എത്തിയിരിക്കുന്നത് സജിൻ ഗോപു. ആളുടെ ഒരു ബോഡി ലാംഗ്വേജ് ആണെങ്കിലും എല്ലാം. പിന്നെ എനിക്ക് തോന്നിയത് ആളുടെ അമ്മയായിട്ട് അഭിനയിച്ച ഒരു ലേഡി ഉണ്ടല്ലോ, ഗംഭീരായിരുന്നു. കരച്ചിലാണെങ്കിലും നമുക്ക് ചിരിയും വരും, അതേസമയം ഒരു എന്തോ ഒരു ഇമോഷണൽ കണക്ഷൻ. ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. സംസാരിക്കുമ്പോഴാണെങ്കിലും എല്ലാം നമുക്ക് ഒരു അഭിനയിക്കുന്ന പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ആള് നന്നായിട്ട് അഭിനയിച്ചു. തീർച്ചയായിട്ടും. അനശ്വരയുടെ പെർഫോമൻസ് നന്നായിരുന്നു. പക്ഷെ ഹ്യൂമർ എനിക്ക് തോന്നുന്നു കുറച്ചൊരു, അത് നമ്മൾ ഓൾറെഡി ഇപ്പൊ മൂവിയിൽ എന്തായാലും ആ ഒരു സീൻ വരുമ്പോൾ ചെയ്യണം, കോമഡി ആയിട്ട് നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തു. കോമഡി പക്ഷെ വർക്കൗട്ട് ആയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷെ അങ്ങനെയും കൂടെ ഫീൽ ചെയ്തു. ആർട്ടിഫിഷ്യൽ ആയിട്ട് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, എന്നാലും അങ്ങനെ ഒരു വന്നു. സെമി ആർട്ടിഫിഷ്യൽ. ഓൾറെഡി അവരുടെ സീരീസ് ഒക്കെ ഭയങ്കര എല്ലാരും കണ്ടിരുന്നു. അപ്പോ വലിയ അതിനേക്കാളും ബെറ്റർ ആയിട്ട് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ നന്നായിരുന്നു, സംഭവം നന്നായിരുന്നു. നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. അതാള് നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഈ സിനിമയില് അബു സലീം ഉണ്ട്. ഒരു എന്താ പറയാ, അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അതെ. പിന്നെ ഷാനവാസ്, നമ്മുടെ സജിൻ ഗോപുവിന്റെ ഒപ്പം നടക്കുന്ന ബ്രദർ, ആവേശം സിനിമയിലെ. അതെ, ഇവരുടെ കൂടെയുള്ള ആ ഒരു ഗാങ് ആണെങ്കിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള, നമുക്ക് ഒരു തോന്നത്തില്ല ഇവരൊക്കെ അയ്യോ അഭിനയിക്കുകയാണോ, അങ്ങനെ ഫീൽ ചെയ്യില്ല. ആ ഒരു ഗാങ്ങേ അടിപൊളിയായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. ചന്തു സലിംകുമാർ കുഴപ്പമില്ല, എല്ലാരും എടുത്തെടുത്ത് പറയാനില്ല. ആ ഗാങ്ങേ നന്നായിരുന്നു അല്ലേ സിനിമയില്? അതെ, അത്യാവശ്യം എല്ലാം നന്നായിരുന്നു. ഒരു ആംബിയൻസ് ആണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫ്രെയിമിൽ നമുക്ക് ഒന്നും മോശമായിട്ട് പറയാനില്ല. ഒരു നാട്ടും പ്രദേശമാണെങ്കിലും എല്ലാം നന്നായി. സിനിമ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടോ പ്രതിഭയ്ക്ക്? ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും കുറ്റം കുറവൊക്കെ പറയാൻ തോന്നുന്നുണ്ടോ? കുറ്റം അറിയില്ല, എനിക്ക് തോന്നുന്നില്ല, കുറ്റം പറയാൻ തോന്നുന്നില്ല. കുറ്റം പറയണ്ട, ഒന്നും പറയണ്ട, ഇനി ഒന്നും പറയണ്ട, എല്ലാം മനസ്സിലായി. ഓക്കെ. അപ്പോൾ പ്രതിഭയ്ക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? റൊമാൻസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? കാരണം അടുത്തടുത്ത ഒരേ ദിവസം ഇറങ്ങിയ സിനിമകളായതുകൊണ്ടാണ് ചോദിക്കുന്നത്. രണ്ടും ഡിഫറൻസ് ആയിട്ട് വരുന്നല്ലേ, രണ്ടും ഒരു കുറച്ച് അന്തരമുണ്ട് രണ്ട് ഫിലിംസിനും. മറ്റേതൊരു ആക്ഷൻ മോഡാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒരു പിന്നെ ഞാൻ ആ ക്യാപ്ഷനിലോട്ട് വരും, പൈങ്കിളി പോലെ. എന്നാൽ പൈങ്കിളി ആയിട്ട് നമുക്ക് പൈങ്കിളി വേർഷൻ അങ്ങനെ ഫീൽ ചെയ്യാത്ത ഒരു നല്ലൊരു പൈങ്കിളി. അപ്പോൾ കൊടുത്ത കാശ് മുതലായോ പൈങ്കിളി കണ്ടപ്പോൾ? അതെ, കുറച്ച് റിലാക്സ് ആവുന്ന തരത്തിലായിരുന്നു ഓരോരോ സീൻ ബൈ സീൻ വരുന്നത്. സോ കുഴപ്പമില്ല, നന്നായി അല്ലേ? ഓക്കെ, താങ്ക് യു. അടുത്തതായി ഈ സിനിമയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് വലിഞ്ഞു കയറി വന്നു എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഈ സിനിമയെക്കുറിച്ച് 2 വാക്ക് അവന് സംസാരിക്കാനുണ്ട്. ശ്രീമാൻ ജിഷ്ണു സുനിലിനെ ഞാൻ ക്ഷണിക്കുന്നു. ജിഷ്ണു, പൈങ്കിളി സിനിമ കണ്ടു? പിന്നെ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി, ഒരു രക്ഷയില്ല. ഓഹോ, എന്തുകൊണ്ട് അടിപൊളി? തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ലാഗും ഇല്ല. നമ്മളെ തുടക്കം തൊട്ട് ചിരിപ്പിച്ചുകൊണ്ട് അവസാനം വരെ ചിരിപ്പിച്ച് നിർത്തുകയും ചെയ്തു. ഒരു സാധാരണ പ്രേക്ഷകന്റെ ഒരു വികാരമാണ് അല്ലേ? എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് ജിഷ്ണുവിന്? എനിക്കതിൽ എല്ലാം ഇഷ്ടപ്പെടുന്ന പറയാം. അഭിനയിച്ചാല് തുടക്കം നമ്മുടെ അനശ്വരയുടെ എൻട്രി
ജിഷ്ണു ഒരു അനശ്വര ഫാനാണെന്ന് തോന്നുന്നു. ഫാനൊന്നും അല്ല, നമ്മൾ പടം കണ്ട് നമുക്ക് മനസ്സിലാവല്ലോ. അനശ്വരയുടെ എൻട്രി തൊട്ട് അവസാനം ഒരു ഇമോഷണൽ വന്നു. ആ സെക്കൻഡിൽ തന്നെ അവര് നമ്മൾ കോമഡി ചിരിപ്പിച്ചു. അതൊക്കെ ഒരു രക്ഷയില്ലാത്ത അനുഭവങ്ങളാണ്. അനശ്വരയുടെ പെർഫോമൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അടിപൊളി. സിനിമയുടെ പേര് പറഞ്ഞ പോലെ പൈങ്കിളി എന്ന് സിനിമയുടെ പേര് പോലെ അവളുടെ സ്വഭാവം ഒരു പൈങ്കിളി ആയിട്ട് പൈങ്കിളി സ്വഭാവം. അതുപോലെ തന്നെയാണ് മറ്റേ സജി ഗോപും മനുഷ്യരും തമ്മിൽ ഭയങ്കര മത്സരിച്ച് അഭിനയിക്കുന്നുണ്ടായിരുന്നു. അവര് സജി ഗോപിന്റെ കാര്യം പറയാൻ മാത്രല്ല, സജി ഗോപിന്റെ കൂടെ തൊട്ടക്കം തൊട്ട് റോഷൻ ഷാനവാസ്, അവരാരും പറഞ്ഞില്ല, റോഷൻ ഷാനവാസ് തൊട്ടക്കം തൊട്ട് സജി ഗോപിന്റെ റോഷൻ ഷാനവാസ് തൊട്ടക്കം തൊട്ട് അവസാനം വരെ കട്ടക്ക് പിടിച്ചിരുന്നു. സത്യം. അയ്യോ, റോഷൻ ഷാനവാസ് എന്നാണ്ടോ പേര്? ഞാൻ ഷാനവാസ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. നമ്മുടെ മറ്റേ പടത്തിനകത്ത് അഭിനയിച്ച പോലെ ഈ പടത്തിലും ഒരു രക്ഷയില്ലാതെ സജി ഗോപിനോട് കട്ടക്ക് പിടിച്ചത്. വെറുതെ പുള്ളിനെ ആവേശത്തിൽ നിന്ന് പുള്ളിനെ മാത്രം പിക്ക് ചെയ്തത് അല്ലേ? അതുപോലെ മറ്റേ ജിസ്മ ബിമല് ആദ്യത്തെ പടം തോന്നുന്നു അല്ല, ആദ്യത്തെ മൂവി എനിക്ക് അതിന്റെ മുമ്പത്തെ പടത്തെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എങ്കിൽ പോലും നല്ലൊരു കിട്ടിയ ചാൻസ് അടിപൊളിയായിട്ട് ഉപയോഗിച്ചു. നല്ലൊരു ക്യാരക്ടറാണോ ജിസ്മ വിമലിന്? അവര് ഭാര്യയും ഭർത്താവും നല്ല ആക്ടിങ് ആണല്ലോ, അവരൊന്നിച്ച്. പുള്ളിക്കാരന് ഇതുപോലെ കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ, പ്രാർത്ഥിക്കാം. അപ്പൊ പുള്ളിക്കാരത്തേക്ക് എന്തായാലും കിട്ടിയ കഥാപാത്രം അടിപൊളിയായിട്ട്. ഇനി ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടാനായിട്ട് ഭയങ്കര സ്കോപ്പ് ഉണ്ട്. ഒരു പാത വെട്ടി തെളിച്ചു കൊടുത്തിരിക്കുകയാണ് ജിത്തു മാധവൻ, ശ്രീജിത്ത് ബാബു എന്നുള്ള ഡയറക്ടറും അല്ലെ, പിന്നെ ഫഹദ് ഫാസിലിന്റെ പ്രൊഡക്ഷൻ കമ്പനിയും. അബുസലിം എന്നെ അഭിനയായിരുന്നു ഒരു രക്ഷയില്ലാത്ത. തുടക്കം നമ്മള് മൊത്തത്തിൽ എല്ലാരും കൂടെ അതിനകത്ത് അഭിനയിച്ച എല്ലാരും തന്നെ നമ്മളെ ചിരിപ്പിച്ച് അടിപൊളി. എനിക്ക് എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് അതിലൊരു നെഗറ്റീവ് പറയാനില്ല. ഒന്നും പറയാനില്ല. കുത്തി ചോദിച്ചാൽ ഇല്ല, എനിക്ക് പറയാനില്ല. അപ്പൊ ഒരു നെഗറ്റീവ് ഇല്ല എന്നാ പറയുന്നത്. അടിപൊളി പടം, എല്ലാരും പോയി കാണണം. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പഴയ സിനിമയുടെ ഒക്കെ BGM പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഓരോ സീൻസിലൊക്കെ കൊണ്ടുവച്ചപ്പോഴത്തേനും അടിപൊളി. പിന്നെ അവർ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയ്ക്ക് ആ പഴയ പടത്തിലെ പാട്ടൊക്കെ കൊണ്ടുവന്ന് ഒരു രക്ഷയില്ല, അടിപൊളി, ഒരു രക്ഷയില്ല, സെറ്റ് കാണും. അടിപൊളി. അപ്പൊ നല്ലൊരു വൈബ് പടമാണ് പൈങ്കിളി അല്ലെ? ഇനി എന്താണ് മടിച്ചു വീട്ടിലിരിക്കുന്നത്? പോയി പൈങ്കിളി കാണൂ അല്ലേ? എല്ലാരും കാണണം, അടിപൊളിയായിട്ട്. എല്ലാരും കാണണം ജിഷ്ണു. കാരണം ജിഷ്ണു അങ്ങനെ പറയാറില്ല സാധാരണ. ജിഷ്ണു പറയണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും പടത്തിൽ. നമ്മുടെ 150 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തെങ്കിൽ അത് നഷ്ടമായെന്ന് ഒരിക്കലും പറയുന്നത് മുതലാണ് അല്ലെ? കൊടുത്ത കാശിന് കിട്ടിയ സിനിമ മുതലാണ് അല്ലെ? കൊടുത്ത കാശിന് കണ്ട സിനിമ മുതലാണ് പൈങ്കിളി. അടിപൊളി പടം. ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട്, ഭയങ്കര ത്രില്ലർ. അതൊന്നുമല്ല, ആ പടത്തിന്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. പോസ്റ്റർ കാണുമ്പോഴും പാട്ട് കാണുമ്പോഴും ആ ഒരു വൈബ് പടത്തിൽ നിങ്ങൾക്ക് കിട്ടും അല്ലെ? മറ്റേ ബേസി ജോസഫിന്റെ മറ്റേ പടത്തിന് പേരല്ല പൊന്മല്ല, പണ്ടത്തെ ഇറങ്ങിയ പടമില്ല മറ്റേ ബേസിലും മറ്റേ അവര് മറ്റേ കാശിക്ക് ഏതാണ്ട് ടൂറൊക്കെ പോകുന്നേ. ഫാലിമി. അതിനെപ്പറ്റി നീ കണ്ടു? ഫാലിമി. ആ പടം അങ്ങനെ കണ്ടു തീരുന്ന അതേ ഒരു മൂഡ് തന്നെയാണ്. ഇല്ല, കുഴപ്പമില്ല, കട്ടിയുണ്ട്. നാച്ചുറൽ ടോക്കിംഗ്. ഫാലിമി നമ്മള് പടം കണ്ട അന്ന് എങ്ങനെ കണ്ടിരുന്നു ആ ഒരു മൂഡ് ആണ് ഈ പടം നമ്മള് ഫുള്ളായിട്ട് കണ്ടത്. പക്ഷെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. അന്ന് ഞാൻ പറഞ്ഞു തിയേറ്ററിൽ പോയി കണ്ടു 150 രൂപ മുടക്കി കണ്ടതിൽ ഒരു നഷ്ടമില്ലെന്ന് പറഞ്ഞു. ഈ പടം അതുപോലെ തന്നെയാണ്. നമ്മൾ 150 രൂപ മുടക്കി കണ്ട ഒരു നഷ്ടമില്ല. ഫുൾ നമ്മൾ ചിരിപ്പിച്ച ഒരു വേറൊരു മൂഡാക്കും ആ സിനിമ കഴിയുമ്പോൾ. മനസ്സിനെ റിഫ്രഷ് ചെയ്യും. നമ്മൾ ടെൻഷൻ അങ്ങോട്ട് മാറ്റും അല്ലേ? ഒരു നിമിഷം പോലും നമ്മൾ ഡിപ്രഷനിലാക്കുന്നില്ല സിനിമ. പക്ഷെ നമ്മൾ സമയം നോക്കുന്നില്ല, നമ്മൾ മൊബൈൽ നോക്കിയിരിക്കുന്നില്ല. കാരണം നമ്മൾ ഫുള്ളി ആ സിനിമയിൽ തന്നെ എൻഗേജ്ഡ് ആണ്. അടിപൊളിയാണ്. അതെ, ആ സിനിമ എന്തേലും ആയി തീരാറായോ ഒന്നും നമ്മള് നോക്കത്തില്ല. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ നിന്നോടും കൂടി ഡിസ്കസ് ചെയ്യാണ്. പടത്തിന്റെ ടൈറ്റിൽസ് ഒക്കെ എഴുതി കാണിക്കുമ്പോൾ നമ്മൾ നിയമപരമായ മുന്നറിയിപ്പ് കൊടുക്കുമല്ലോ. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, ലിക്കർ ഡ്രിങ്കിങ് ഈസ് ഇഞ്ചൂറിയസ് എന്നൊക്കെ പറഞ്ഞ് നിയമപരമായ മുന്നറിയിപ്പ് കൊടുക്കും. അതിന് ഇവര് ഒരുമാതിരി ഒരു ഭയങ്കര ലാഗ് പോലെ ഒരു ഓരോ ഓരോ വാക്ക് ഇങ്ങനെ എടുത്തെടുത്ത് പതിയെ ലാഗടിച്ച് പറയുന്നത് കളിയാക്കി പറയാല്ലേ ഇല്ലേ? അത് പക്ഷെ ഭയങ്കരമായിട്ട് നിയമപരമായ ഒരു കുറ്റമാണ് കേട്ടോ. വേറെ ഒന്നും പറയാം, അങ്ങനെ ഒന്നും കളിയാക്കാൻ പാടില്ല. നിങ്ങൾ എന്ത്
മാങ്ങാത്തൊലി ഇന്നെങ്കിലും ഡയറക്ടേഴ്സാണ്. ഇത് പറഞ്ഞു തീരുവോ ഏതാണ് ഇന്നെങ്കിലും തീരുവോ, നമ്മളത് കഴിഞ്ഞപ്പോ തന്നെ ആ പടം കഴിഞ്ഞു വാ പോവാന്നുള്ള മൂടൊക്കെ ആയി. അത് നിങ്ങൾ കളിയാക്കി പറഞ്ഞാണെന്നറിയാം, ആ ഒരു പരസ്യത്തെ കളിയാക്കിയതാണെന്നറിയാം. പക്ഷെ ഇനി അത് നിങ്ങൾക്ക് നിയമപരമായിട്ട് നിങ്ങൾക്ക് അതിനെ നേരിടാനും വാക്ചാതുരി കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചില്ല, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാനും അറിയാമെന്നും അറിയാം. പക്ഷെ എന്തായാലും ഒരുമാതിരി ചെയ്തായിപ്പോയത്. അങ്ങനെയൊന്നും വേണ്ട, അതൊന്നും കണ്ടിട്ടല്ല നിങ്ങളുടെ പടത്തിന് ഇതാകുന്നത്. പിന്നെ സിനിമാക്കാരുടെ ഓരോ സ്വാതന്ത്ര്യം അല്ലേ. സിനിമ എന്തുകൊണ്ടും അടിപൊളി, ഒരു സിനിമ എന്തുകൊണ്ട് അടിപൊളിയാണ്, ആ ഒരു കാര്യം പൈങ്കിളി പേര് പറഞ്ഞ അതുപോലെ തന്നെയാണ് മൊത്തം പടം, നമ്മളെ ഫുള്ള് ഒരു. അപ്പൊ പൈങ്കിളി അടിപൊളി പടം, പോയി കാണല്ലേ. പോയി കാണണം, എല്ലാരും പോയി കാണണം. ജിഷ്ണുവിന്റെ ഗ്യാരണ്ടി, എന്റെ ഗ്യാരണ്ടി. ഓക്കെ ജിഷ്ണു, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതൊക്കെയാണ് പൈങ്കിളിയുടെ നിരൂപണങ്ങൾ. ഇതെല്ലാം ഞങ്ങളുടെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. എനിക്കെന്തായാലും പൈങ്കിളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൈങ്കിളി സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ആകെ ഒരു ഇഷ്ടക്കേട് തോന്നിയത് കേന്ദ്ര സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ സന്ദേശത്തെ, ആ പരസ്യത്തെ ഇവർ പരിഹസിക്കുന്ന പോലെ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അതൊഴിച്ചു നിർത്തിയാൽ പൈങ്കിളി എന്നുള്ള സിനിമ തിയേറ്ററിൽ എനിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ചിരിച്ചു. സജിൻ ഗോപു മൊത്താണ്.